പ്രായത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ. അത് പിന്നെ ആദിലയോട് സംസാരിക്കുന്നുണ്ട്. പ്രായം ഒരു പ്രശ്നമല്ല, പ്രായം ഒരു പ്രശ്നമല്ല. മോൾക്ക് എത്ര വയസ്സാണെന്നാണ് കുണുമോള് നടക്കുന്നത്? 10, 30 വയസ്സ് കഴിഞ്ഞില്ലേ? അനീഷിന് 35, 36, 38 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. 37. അതൊരു പ്രായമാണോ നിങ്ങളെ സംബന്ധിച്ച്? അല്ലല്ലോ. നിനക്ക് കുഞ്ഞു കുഞ്ഞൊന്നും അല്ലല്ലോ. നീ 24 വയസ്സായി 18 വയസ്സുള്ള പെണ്ണൊന്നും അല്ലല്ലോ. നീ വേറെ കുണുമോള് കുഞ്ഞാവ കളിച്ച് നടക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതൊന്നും അല്ല കാരണം. ചെറുക്കനെ പെടുത്തി. അവന് റൊമാൻസും കാര്യങ്ങളും വന്നു. അവസാനം ഇപ്പോൾ ബ്രദർ മറ്റേ ഇത് അക്കരെ അക്കരെ സിനിമയ്ക്കകത്ത് മറ്റേ ശ്രീനിവാസന്റെ ഡയലോഗ് ആയിരിക്കും ഓർമ്മ വന്നു. കാണാൻ കൊള്ളാവുന്ന പെണ്ണുങ്ങളെടുത്ത് ആരെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പെങ്ങളാന്ന്, പിന്നെ അവസാനം ചേട്ടനാന്ന് പറയത്തില്ലേ, അങ്ങനെ എന്തോ ഡയലോഗില്ല. അത് നിങ്ങൾ ഓർത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പറയും. അതാണ് എനിക്ക് ഈ നിമിഷത്തിൽ ഓർമ്മ വന്നത്. എനിവേ, അനീഷ, ഇത് ഇനി വളരെ തുച്ഛമായിട്ടുള്ള ദിവസമേ ഉള്ളൂ. വെറുതെ ചുമ്മാതെ പ്രേമം മണ്ണാങ്കട്ട എന്നാലും അവനിത് കാണത്തില്ല. അത് വെറുതെ ചുമ്മാതെ ഗെയിം വെറുതെ സ്പോയിലാക്കത്തേ ഉള്ളൂ. പിന്നെ അനിമോൾക്കും ഒക്കെ കപ്പ് കിട്ടുമെന്നുള്ള ധാരണ കുറേ ആൾക്കാർ റൂമറുണ്ട്. അനീഷിനൊന്നും കപ്പ് കിട്ടില്ല, അനിമോൾക്ക് കിട്ടത്തുള്ളൂ. അവിടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. അനീഷ് തന്നെയാണ് കപ്പിന് അർഹനും ഡിസേർവ്ഡ് ആയിട്ടുള്ള പേഴ്സൺ. അത് അനീഷ് തന്നെ തൂക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ ഗെയിമിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കണം, അതല്ലെങ്കിൽ പണി കിട്ടും. ബിക്കോസ് ഈ പ്രേമവും മണ്ണാങ്കട്ടയെന്ന് പറഞ്ഞിട്ട് ഗെയിമിൽ ഉളപ്പി കഴിഞ്ഞാൽ പണി കിട്ടും. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമല്ലോ. പിന്നെ ജനപ്രീതി ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോഴും ജനപ്രീതിയുണ്ട്. വെറുതെ അനുമോളുടെ പുറകിന് നടന്ന് സമയം കളയേണ്ട ആവശ്യമില്ല. അനീഷിൻ്റെ ട്രാക്കിൽ തന്നെ വരിക. കുറച്ച് തുച്ഛമായിട്ടുള്ള ദിവസമുള്ളൂ. അനീഷിന് ഇവളെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയെ കിട്ടും പുറത്ത് വന്നു കഴിഞ്ഞാൽ. പെൺപിള്ളേർ ക്യൂ നിൽക്കും. ഒരു സംശയമില്ലാത്ത കാര്യം. വെറുതെ എന്തിനാണ്? ഒന്നാമത് ഇവള് സൈക്കോ ആണ്, അറിയാലോ. അവളുടെ ക്യാരക്ടർ നിങ്ങൾ പഠിച്ചാണല്ലോ. ഇപ്പോൾ ഈ 100 ദിവസം കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാം മനസ്സിലായിട്ടുണ്ടാവും അനീഷിന്. വെറുതെ എന്തിനാണ് വയ്യാവയിലേക്ക് എടുത്ത് തലയിൽ വെക്കുന്നത്? വേറെ പണിയില്ലേ? ഇപ്പോൾ ആകെ ഒരു കുലസ്ത്രീ ടൈപ്പ് സാധനമാണ്. വെറുതെ ആവശ്യമില്ലാത്ത ഇത് പണി മേടിച്ച് പിടിക്കേണ്ട. അതിന് നല്ല പെൺപിള്ളേർ, നല്ല പാവപ്പെട്ട വീട്ടിലെ പെൺപിള്ളേർ, നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള പെൺപിള്ളേർ കിട്ടും വേറെ, അല്ലേ? എനിവേ, വളരെ തുച്ഛമായിട്ടുള്ള ദിവസമേ ഉള്ളൂ. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ നെവിനു അക്ബറിനൊക്കെ കപ്പ് കിട്ടുമെന്ന്. നമ്മുടെ മറ്റേ പുള്ളിക്കാരനൊക്കെ രജിത് സാറൊക്കെ വന്നിരുന്ന് കത്തിയടിക്കുന്നുണ്ട്. ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കപ്പ് കിട്ടാൻ ഇപ്പോഴും അർഹൻ അനീഷൊക്കെ തന്നെയാണ്. ഫസ്റ്റ് പൊസിഷനിൽ തന്നെ ഡിസേർവ് ചെയ്യുന്നൊരു പേഴ്സൺ തന്നെയാണ്. പിന്നെ ആവശ്യമില്ലാതെ ഗെയിമിനകത്തിട്ട് ഉളപ്പിയാലും പുറത്ത് ഹേറ്റേഴ്സിനെ പിടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും. വോട്ട് മറിയാനുള്ള ചാൻസ് ഉണ്ട്. സോ വോട്ട് മറിയാനുള്ള ഒരു അവസരം കൊടുക്കാതിരിക്കുക. ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. പുള്ളിക്ക് ഇത് കളിയെല്ലാം പഠിച്ചിട്ട് തന്നെയാണ് അകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് പുള്ളിയുടെ ട്രാക്കിൽ തന്നെ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ബാക്കിയെല്ലാം നമുക്കറിയത്തില്ല. പിന്നെ ഏഷ്യനെറ്റിന് വല്ല പൊറോട്ട നാടകം ഉണ്ടെങ്കിൽ അതും നമുക്കറിയത്തില്ല. എനിവേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അനീഷിന് ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുക, ഷെയർ ചെയ്യുക. എൻ്റെ ഈ പുതിയ പേജും കൂടെ ഫോളോ ചെയ്യുക. പഴയ പേജ് കുറച്ച് ട്രബിൾസ് ഉണ്ട്, അതുകൊണ്ടാണ് അഗെയിൻ പറയുന്നത്. അപ്പം എന്നാലേ നിങ്ങളുടെ കൂടുതൽ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ. അനീഷിന് ഇഷ്ടമുള്ള എല്ലാ ആൾക്കാരും ഈ മസ്റ്റായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണം. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. സോ അവർ വോട്ട് ചെയ്യണം. അനീഷിനെ മെൻഷൻ ചെയ്ത് നിങ്ങൾ വോട്ട് ചെയ്യുക. ഓക്കെ.